ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. ആമേൻ, സ്തോത്രം. സങ്കീർത്തനം സാംസ് 132:1, സങ്കീർത്തനം 132:1. യഹോവേ, ദാവീദിനെയും അവന്റെ സകല കഷ്ടതയും ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. Lord, remember David and all his afflictions. God remember David. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ദാവീദിനെ ഓർക്കണമേ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇന്ന് കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഗോഡ് ഹൂ റിമെമ്പേഴ്സ് അസ്. We are precious. We are called. We are selected. We are separated. God considers us precious in front of him. ദൈവത്തിന്റെ മുമ്പിൽ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമായതുകൊണ്ട് വിലയേറിയതായി ദൈവം നമ്മെ കാണുകയാണ്. God considers us precious. He is holding great value about us, and God is telling us a message. God always remember his people. ദൈവം തന്റെ ജനത്തെ എപ്പോഴും ഓർക്കുമെന്ന് ദൈവം നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. Praise the Lord. Why God is continuously reminding us? Many times we can see in the word of God, fear not, I am with you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പല സമയങ്ങളിൽ പല ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. Many times God is reminding us every day in our moment, I always remember you are in front of me. Why God is continuously telling this? എന്തുകൊണ്ട് ദൈവം അത് തുടർമാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വെച്ചാൽ അതിന്റെ അർത്ഥം തുടർമാനം നമ്മുടെ ജീവിതത്തിൽ സംശയമുളവാകുകയാണ്, ദൈവം എന്നെ മറന്നുപോയോ. The reason why God is always reminding us, fear not, I am with you, I always remember you, because we are having a continuous doubt on different situations what we are facing in our life. God, really you forget me? Really, are you really remembering me? നീ വാസ്തവമായി എന്നെ ഓർക്കുന്നുണ്ടോ എന്ന്, നീ എന്നെ മറന്നുപോയോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. സ്തോത്രം. Praise the Lord. Hallelujah. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അതാണ് യാഥാർത്ഥ്യം. This is the truth. If you accept or not accept, even we are holding a very good spiritual life, even you are holding a strong faith, even you are praying for a long time, even you are doing the will of God, there are situations in our life we think, at least from my heart, maybe nobody is knowing that, many times we raise the question, പലപ്പോഴും ചോദ്യം ഉയർത്തി, ദൈവമേ നീ എന്നെ മറന്നുപോയി, did you forgot me, Lord? Hallelujah. But here, what we have read is, God remember David. Who is David? He is a king. He is a God-made king. He is a selected person. He was separated from his brothers. He was called to become God, to complete God's will. ദൈവേഷ്ടം തികയ്ക്കുവാൻ ദൈവം ഭൂമിയിൽ സഹോദരന്മാർ നടുവിൽ നിന്ന് വേർതിരിച്ചവനാണ് ദാവീദ്. അതുകൊണ്ട് അവനെ മറക്കുവാൻ ദൈവത്തിന് കഴിയില്ല. But as a human being, we are always doubt about God's. We are having a doubt whether God really forgot me. We are having a doubt, really God is remembering me. ദൈവത്തിന് സ്തോത്രം. Hallelujah. Word of God says it is an attitude of a human being. നമ്മളുടെ ഒരു മനോഭാവമാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുവാൻ ഇടയായിത്തീരുന്നു. ആമേൻ. നമുക്ക് കാണാം സാംസ് 50:22 എന്ന് വായിച്ചു. 50:22 അതിന് തുടക്കം മാത്രം ഒന്ന് വായിച്ചാൽ മതി. സങ്കീർത്തനം 50:22. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. ദൈവത്തെ മറക്കുന്നവരെ. In English, Now consider this, ye that forget God, lest I tear you in pieces. God is addressing me. എന്താണ് അഡ്രസ് ചെയ്യുന്നത്? A person who always forget God.
ഇവിടെ ദൈവം പറയാണ് എന്തുകൊണ്ടാണ് വൈ യു ആർ ഹാവിംഗ് എ ഡൗട്ട്, ബിക്കോസ് യു ഹാവ് എൻ ആറ്റിറ്റ്യൂഡ് ഇൻ യുവർ ലൈഫ്, യു വിൽ ഫോർഗെറ്റ് ഗോഡ്. നീ ദൈവത്തെ മറന്നു പോവുകയാണ്. സോ ഹി ഈസ് അഡ്രസ്സിംഗ് മീ. ദൈവത്തെ മറക്കുന്നവനെ, ദൈവത്തെ മറക്കുന്നവളെ, ഇതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് വി ആർ തിങ്കിങ്, ദാറ്റ്സ് റീസൺ വി ആർ തിങ്കിങ് ഗോഡ് വിൽ ഓൾവേസ് ഫോർഗെറ്റ് മീ. Maybe God will not remember me. Why? You have an attitude, me have an attitude. And then what's that attitude? I used to forget God. ദൈവത്തിന് സ്തോത്രം. Then God is telling in Isaiah chapter 1, 2 and 3, Isaiah 1-2-3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. Praise the Lord. Hear me, you heavens, listen, earth, for the Lord has spoken. I reared children and brought them up, but they have rebelled against me. The ox knows its master, the donkey knows its owner, but Israel does not know, my people do not understand. See, ഇവിടെ ദൈവം പറഞ്ഞു, നോക്കണം, ഞാൻ മക്കളെ ഒരു പിതാവായിട്ട് നിങ്ങളെ വളർത്തി, ഒരു മക്കളെ പോലെ നിങ്ങളെ കൊണ്ടുവന്നു, പക്ഷേ ആമേൻ പലപ്പോഴും നിങ്ങളത് മറന്നു പോവുകയാണ്. I bring you as, I take care of you as my child. I bring you every day. As a child, I provide my blessings. I was a father every day to you. But even animals, all the other creations, they realize who is God, who created me, but he is addressing the human being. He is addressing each and everyone who is hearing this good news. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവം പറയുകയാണ്, മക്കളെ പോലെ നിങ്ങളെ സ്നേഹിച്ചിട്ട്, മക്കളെ പോലെ നിങ്ങളെ വളർത്തിയിട്ട്, ആമേൻ, ഞാനൊരു അപ്പനാണെന്നും നിങ്ങളൊരു മകനാണെന്നും നിങ്ങൾ പലപ്പോഴും മറന്നുപോവുകയാണ്. God is crying. He is telling, the way I have taken care of you as my son, the way I provide the blessing you as my son, but I have seen many moments you are forgetting me as your father, and even you are forgetting you as a son of God. സ്തോത്രം. ഒന്നിൽ അപ്പനാണെന്ന് ഓർക്ക്, ഇല്ലെങ്കിൽ നീ എന്റെ മകനാണെന്ന് ഓർക്ക്, പലപ്പോഴും നീ അത് മറന്നു പോവുകയാണ്. Because of this attitude in us, many times we will forget our heavenly Father. Even I will forget I am a child of God, I am a son of God. I have always the doubt. What's the doubt? My father really forgot me. Praise God. Praise God. In the Tirthanam, we have to change our attitude. God is clearly revealing to you why the doubt is coming in your mind, because you are the same in relation with your father. നിനക്ക് എന്തുകൊണ്ട് പിതാവിന് സംശയം തോന്നുന്നെ? മറക്കുന്ന ഒരു പിതാവെന്ന് തോന്നുവാൻ കാരണം, പിതാവിനെ മറക്കുന്ന ഒരു മകനായി മകളായി നീ ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്കും നിനക്കും ആ സംശയം ഉണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇഫ് യു ഹാവ് എ സ്ട്രോങ് കോൺഫിഡൻസ് ഇൻ യു, I will always remember my father is alive and I am a son of God. You will never doubt your father, and you will never ask this question to your father, Father, really you forgot me. നിനക്ക് നിന്നെക്കുറിച്ചൊരു ഉറപ്പും ധൈര്യമുണ്ടോ? ഞാൻ ദൈവത്തിന്റെ മകനാണ്, എനിക്കൊരു പിതാവുണ്ടെന്ന് നീ വിശ്വസിക്കുകയും ഉറപ്പുമുണ്ടെങ്കിൽ ഒരിക്കൽ നിന്റെ ഉള്ളിൽ ഒരു സംശയത്തിന്റെ കണി ഉയരുകയില്ല. നീ ആ ചോദ്യം ദൈവത്തോട് ചോദിക്കില്ല, പിതാവേ നീ എന്തുകൊണ്ട് എന്നെ മറന്നുപോയി? ദൈവത്തിന് സ്തോത്രം. Hallelujah. Hallelujah. Then God is telling Psalms 103, 1 and 2. സങ്കീർത്തനം 103:2 പറയുന്നു, ഞാൻ ചെയ്ത ഉപകാരങ്ങളിൽ നീ ഓർക്ക്. Praise the Lord, my soul. Praise the Lord, my soul. All my inmost being, praise his holy name.
Praise the Lord, my soul, and forget not all his benefits. Don't forget the benefits I have done. മലയാളത്തിൽ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്ത്, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. Don't forget. Why he is wanting to don't forget? Because you are forgetting. You receive the benefits. You receive the blessings. But immediately you will forget the God who blessed you. The Father who love you. The Father who blessed you. എല്ലാ നന്മകളും പ്രാപിച്ചിട്ട് ദൈവത്തെ തള്ളിപ്പറയുന്നവളായി ഞാനും നിങ്ങളും ആകുന്നത് കൊണ്ട്. സ്തോത്രം. എനിക്കെപ്പോഴും സംശയമാണ് ദൈവത്തെ കുറിച്ച്. എന്താണ് സംശയം? എന്നെ ദൈവം മറക്കുന്നുണ്ടോ? സ്തോത്രം. ഈ സംശയം മാറുവാൻ ഒരു കൃപ ഇന്ന് പകൽ നീ പ്രാപിക്കണം. If you want to remove this doubt from your life, whether God is not remembering me, you have to receive a grace from God. What's that grace? You should receive the grace from God to have a confidence. Yes, my Father is alive and I am a son of God. To remember, and this you need to receive a grace of God. എന്റെ പിതാവ് ജീവിക്കുന്നുവെന്നും ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഓർമ്മ, ആ തീരുമാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള കൃപ നീ എന്ന് പ്രാപിക്കുന്നുവോ അന്ന് ദൈവത്തെ കുറിച്ചുള്ള നിന്റെ സംശയം അവസാനിക്കും. The moment you receive that grace from God, hallelujah, that I am a son of God, even in the midst of crisis, even everything is negative, still you have a confidence. I am a son of God. You will proclaim the testimony that my God, my Father will do the right thing at the right time. I am sure that God will never forget me. Praise the Lord. Hallelujah. But still now you are raising a question now. Even you are listening to the message, you are raising a question. Yes, I believe God is there. I believe I am a son of God. But I have faced many times where I have not seen my God at the right time in my life. ഇപ്പോഴും ഒരു ചോദ്യം നിന്റെ ഉള്ളിൽ ഉയരുകയാണ്. എന്റെ പിതാവ് ജീവിക്കുന്നു, ഞാൻ ദൈവത്തിന് നല്ലൊരു മകനും മകളുമാണ്, സത്യമാണ്. പക്ഷെ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച സമയത്ത് ഈ ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് അത് അനുഭവിച്ചില്ല? That's the reason again I am doubting about my father, whether he forgot me. I have not experienced the right intervention at the right time when I required. ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഞാൻ ആഗ്രഹിച്ച ഇടപെടൽ സംഭവിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, സത്യമാണ്, എന്റെ ദൈവം എന്നെ മറന്നുപോയോ എന്ന്. സ്തോത്രം. Hallelujah. God is having two answers for that. Hallelujah. എന്തുകൊണ്ട് നീ ആഗ്രഹിച്ച സമയത്ത് നീ ആഗ്രഹിച്ച നിലയിൽ ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ടെന്ന് അത് പറയുവാൻ ദൈവത്തിന് ഒരു ഉത്തരമുണ്ട്. സ്തോത്രം. ഒന്നാമത്തത് ഉത്തരവും രണ്ടാമത്തൊരു ഉറപ്പുമാണ്. ഫസ്റ്റ് is answer for a question, second is a promise of God. എന്താണ് ഫസ്റ്റ്? what's the answer of your question? Isaiah 54:7. Isaiah 54:7 അല്പനേരത്തേക്കു മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. Praise the Lord. For a brief moment I abandoned you, but with deep compassion I will bring you back. See, God is telling, I want you to experience the deep compassion of God. Praise the Lord. ദൈവത്തിന്റെ അതിഭയങ്കരമായ സ്നേഹത്തെ നീ ഒന്ന് തിരിച്ചറിയണമെങ്കിൽ ആ സ്നേഹം, ആ കരുതൽ അല്പസമയം ഒന്ന് മാറ്റി വെച്ചിട്ട് നീ അത് പ്രാപിക്കുമോ സന്തോഷമുണ്ട്. If you are not taking food, breakfast and lunch, you will feel the hunger. Then even you eat one kupus without any side dishes, you will say, oh, how much taste this kupus is holding. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കാതെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു കറി പോലും ഇല്ലാതെ ഒരു ഉണങ്ങിയ കുപ്പൂസ് കിട്ടിയാൽ രുചികരമായത് കഴിക്കും. സ്തോത്രം. എന്താ കാരണം? ആമേൻ, സ്തോത്രം.
ലഭിക്കാതിരുന്ന ഒരു കാര്യം ലഭിക്കുമ്പോൾ അതിന് മധുരമേറുകയാണ്, രുചിയേറുകയാണ്. സ്തോത്രം. God want to experience, to teach you. There's a great compassion of God. There's a great compassion of Father. To experience that, that God is telling, for a brief moment, ഒരു ചെറിയ സമയത്തേക്ക് I abandon you. It doesn't mean that I forgot you. അല്പസമയത്തേക്ക് നിന്റെ നേരത്തേക്ക്, മലയാളത്തിൽ എങ്ങനെ വായിക്കുന്നത്? അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. I abandoned you, but I didn't forget you. That's the reason, after a brief moment, I came back with a deep compassion. I want you to realize the value of love of God, the value of blessings of God. അതുകൊണ്ട് സ്തോത്രം, നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല ദൈവത്തിന്. സ്തോത്രം. ആമേൻ. മഹാകരുണയോടെ ചേർക്കുമ്പോൾ ആ മഹാകരുണയുടെ വലിപ്പം തിരിച്ചറിയുവാൻ, to realize that the value of the deep compassion the Father is holding about you and your family. Amen. For a brief moment, He has abandoned you. He will never forget you. ഒരിക്കലും നമ്മെ മറക്കുന്നൊരു ദൈവമല്ല. ചില സമയങ്ങളിൽ നിനക്ക് എന്താണ് ദൈവമെന്നും എന്താണ് ദൈവാനുഗ്രഹത്തിന്റെ വിലയെന്നും ആ കരുണയുടെ വിലയെന്നും തിരിച്ചു നിന്നത് പഠിപ്പിക്കുവാൻ ചില സമയങ്ങളിൽ ദൈവം അല്പം മാറി നിന്ന് വരാം. പക്ഷെ ഒരിക്കലും അവൻ നിന്നെ മറക്കുകയില്ല. He will never forget. ഇതാണ് നിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ. വാട്ട് ഇസ് എ പ്രോമിസ്? Promise is Isaiah 49:14-15. യെശയ്യാ 49 അധ്യായം 14-15 വാക്യം. സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുമോ? യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? Praise the Lord. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവരെല്ലാവരും മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. But Sion said, the Lord has forsaken me. The Lord has forgotten me. Forsaken me and forgotten me. Can a mother forget the God has forgotten me. എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. Read please. Can a mother forget the baby? Can a mother forget a baby? And have no compassion on the child she has born? Though she may forget you, she may forget you, but I will not forget you. I will never forget you. സ്തോത്രം. ദൈവം നിന്നെ ഒരിക്കലും മറന്നു കളയില്ല. Praise God. The world will forget you. Even the spiritual people will forget you. Even your parents will forget you. Even the people you think that they will love you, they will forget you. Whoever depart from you, whoever will forget you, it's a promise of God. I will never forget you. But today morning you have to pray for a grace. Today's message is compelling you to pray for a grace. What is that grace of God? To remember always, I am a son of God. To remember always, my Father will never forget you. Praise God. But God is telling, many times you are forgetting me. Many times you are forgetting I am your Father, and you are forgetting that you are a son. Even many times receiving the blessing from me, after that you are forgetting me. എന്നെ നീ മറന്നു പോകുക മാത്രമല്ല, ഞാൻ നിന്റെ അപ്പനാണെന്ന്, നീ എന്റെ മകനാണെന്ന് പലപ്പോഴും നീ മറന്നു പോകുന്നു. അത് മാത്രമല്ല, നന്മ പ്രാപിച്ചിട്ടും പിന്നത്തെ ഏതിൽ നീ എന്നെ മറന്നു കളയുന്നു. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങനെ ഒരു അനുഭവത്തിലേക്കല്ല, നീ എന്റെ പിതാവെന്നും ഞാൻ എപ്പോഴും നിന്റെ മകനെന്നും ചിന്തിക്കുവാനുള്ള കൃപ ഇന്ന് പകൽ എന്റെ മേൽ പകരണമേ.
Lord, provide the grace to remember always that you are my loving Father. I am your beloved Son. To remember always, provide grace upon me. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഇനിയും പറയുന്നെല്ലാം മറന്നുപോയാൽ ഈ ഒരു കാര്യം മറന്നുപോകരുത്. Don't forget this one. Every day pray to God. Provide your grace to remember that you are my Father, and ensure that I will not forget you. And I will ensure that I will not forget that I am your beloved son. I am your beloved daughter. കർത്താവേ, ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കും, എനിക്ക് ആ കൃപ തന്നേ മതിയാകും. ആ കൃപ എനിക്ക് ആവശ്യമാണ്. പ്രതികൂലങ്ങളിൽ പലപ്പോഴും ഞാൻ പിറുപിറുത്തു. പ്രതികൂലങ്ങൾ പലപ്പോഴും ഞാൻ ചോദ്യം ചെയ്തു. പ്രതികൂലങ്ങളിൽ പലപ്പോഴും ഞാൻ സംശയിച്ചു. Hallelujah. In the midst of crisis, I was questioning you. I was murmuring against you. Amen. I was trying to depart from you. Hallelujah. Because I don't have that confidence that my Father is still with me and I am his beloved son. അതെന്നും ഓർക്കുവാൻ, അത് മറന്നു പോകാതിരിക്കാൻ ഉള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. Praise the Lord. Hallelujah. So now, if God will remember you, what are the deliverance is going to happen in your life? ദൈവം നിന്നെ എന്തിനാ വെറുതെ ഓർക്കുവാണോ? Because God is getting bored. So he's sitting, he's thinking, okay, just think about this brother. Just think about this sister. No. When God remember you, means a great deliverance is going to happen in your life. ദൈവം നിന്നെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കണം, ആമേൻ സ്തോത്രം, ദൈവം നിന്റെ ജീവിതത്തിൽ വിടുതലയക്കുകയാണ്. So what God is going to give at that deliverance when God is telling that I remember you. ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്താണ് ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുന്ന ആമേൻ സ്തോത്രം ആ വിടുതലെന്ന് ഒന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. Genesis 8:1. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. God remembered Noah and family. God remembered Noah and family. ദൈവം നോഹയെയും കുടുംബത്തെയും തന്നോടുകൂടെയുള്ള സകല മൃഗങ്ങളെയും ഓർത്തു. I just want to tell the words like this. God remembered Noah. And God remembered family of Noah. And God remembered all the animals, all the birds inside the ark through Noah. നോഹയെ ഓർത്തപ്പോൾ നോഹയുടെ കുടുംബത്തെയും നോഹയുടെ കൂടെയുള്ള സകലതിനെയും ദൈവം ഓർത്തു. God remembered Noah. Why God remembered Noah? എന്തുകൊണ്ട് നോഹയെ ദൈവം ഓർത്തു? Genesis 6:8 വായിക്കുന്നു, ദൈവത്തിന്റെ കൃപ നോഹയുടെ മേലുണ്ടായിരുന്നു. He was a man who received the grace of God. He was a man who received the grace of God. വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. Praise the Lord. In English. But Noah found grace in the eyes of the Lord. Noah found or received the grace from God. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന ഗ്രേസിന്റെ പ്രത്യേകത. വാട്ട്സ് ഗ്രേസ് ടുഡേ വി ആർ ഗോയിങ് ടു പ്രേ to ensure that my Father is always with me and ensure that I will be with my Father. Because Father and Son together. So God is testifying, Noah is a man who received the grace from me. So when he received the grace, what happened? And 9 and read 9. This is the account of Noah and his family.
Noah was a righteous man, blameless among the people of his time, and he walked faithfully with God. Hallelujah. Noah found blameless. Noah was a man of testimony. Noah was a man of heavenly testimony. He received the grace, so he always remember. He always remember about his father. And he always remember about himself. So that's the reason when he received the grace of God, he started walking with God. He started moving along with God. പിതാവിനെ മറന്നില്ല, ഞാനൊരു മകനാണെന്ന് മറന്നില്ല. അപ്പനും മകനും കൂടെ ഒരുമിച്ച് നടന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 6:22 വായിച്ച 6:22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. Hallelujah. Noah did everything just as God commanded him. Praise the Lord. He received the grace to have a life with heavenly testimony. He led a life always remembering our Father God and himself as a son of God. And the grace he received empowered his spiritual life to obey all the commandments of God. കൃപ ലഭിച്ച നോഹ ആമേൻ സ്തോത്രം സാക്ഷ്യമുള്ളവനായി ജീവിച്ചു. അപ്പനും മകനും ആരെന്നുള്ള അറിവിൽ ജീവിച്ചു. ആ കൃപ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അതുപോലെ അനുസരിപ്പാനുള്ളവനായി ദൈവം നോഹയെ മാറ്റി. Praise the Lord. Now God is asking a question to you and me. How I can forget Noah? എനിക്ക് എങ്ങനെ നോഹയെ മറക്കുവാൻ കഴിയും? Praise the Lord. Hallelujah. If you have a life with a heavenly testimony, are you have a confidence that you are living with your heavenly Father? And do you have a confidence that I obey all the commandments of God according to his will? Then you will receive the confidence that my God will never forget me. How I can forget Noah? And 7:20 or to the white 7:20 or to the white. Read from 7:20. The waters rose and covered the mountains to a depth of more than 15 cubits. Every living thing that moved on land perished, birds, livestock, wild animals, all the creatures that swarm over the earth, and all mankind. Everything on dry land that had the breath of life in its nostrils died. Every living thing on the face of the earth was wiped out. People and animals and the creatures that move along the ground and the birds were wiped from the earth. Only Noah was left and those with him in the ark. Praise. Only Noah and who were inside the ark of God, they were left. All other creations were wiped out. Praise God. ഇന്ന് പകലൊരു ദൂത് പറയുവാനുണ്ട് ദൈവത്തിന്. അനേകർക്ക് ജോലി നഷ്ടപ്പെടുകയാ, അനേകർ യുദ്ധത്തിൽ മരണപ്പെടുകയാ, അനേകർ ജീവിത പ്രതിസന്ധിയിൽ നിലവിളിക്കുക. ആമേൻ. ആർക്കും ആരെയും സഹായിപ്പാൻ കഴിയാത്ത സിറ്റുവേഷൻ. Nobody can help you because there is no one to help you. എല്ലാം wiped out. Everyone is wiped out. There is no one to help you. You are also in the fear. Maybe today or tomorrow will be my day. I will face a destruction in my life. But Lord is telling you, I am remembering you. What happened to the world will not happen to my child. ലോക മനുഷ്യർക്ക് സംഭവിച്ചത് എന്റെ മക്കൾക്ക് സംഭവിക്കില്ലെന്ന് ഇന്ന് പകൽ നിന്നോട് അതൂത് പറയുന്നത്. Many will lose the job. Many will face a financial difficulty.
Many will face the crisis, but God is telling you a promise. You will be safe in my hands. It will not happen to you because in the crisis, I remember you. പ്രതികൂലത്തിൽ അവൻ നിന്നെ ഓർക്കുകയാ. Praise God. Hallelujah. Hallelujah. എത്ര പേർക്ക് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ? How many of you can glorify now, God? Praise God. Hallelujah. ഒന്നും കണ്ട് നീ ഭയപ്പെടരുത്. ഒരു മിസൈൽ നിന്റെ നേരെ വരികയില്ല. ഒരു പ്രതികൂലം നിന്റെ കടന്നു വരികയില്ല. നഷ്ടപ്പെടുന്നവർ നഷ്ടത്തിന്റെ കണക്ക് പറയുമ്പോൾ ആമേൻ നിനക്ക് പറയുവാൻ ഒരു കണക്കുണ്ട്. എന്തെന്നറിയാമോ? ആമേൻ ഒരിക്കൽ എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഞാൻ സാക്ഷ്യമുള്ളവനായി നടന്നു. ഞാൻ ദൈവത്തോടു കൂടെ നടന്നു. ഞാൻ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. അതുകൊണ്ട് സ്തോത്രം. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. I will never forsake you. I will never forget you. I will bring blessings through you. Hallelujah. Hallelujah. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 7:18-19 പറയുന്നു, Amen. The whole family, all the creations came out from the ark. Right, 7:18-19. The waters rose and increased greatly on the earth, and the ark floated on the surface of the water. 8:18-19. So Noah came out together with his sons and his wife and his sons' wives, all the animals and all the creatures that move along the ground, and all the birds, everything that moves on land came out of the ark, one kind after another. Then Noah built an altar to the Lord, and taking Noah built an altar to the God. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ആമേൻ. നോഹ ദൈവത്തെ ആരാധിച്ചു. നോഹ വിടുവിച്ചവന് മഹത്വം കൊടുത്തു. നോഹ രക്ഷകനെന്ന് സ്തുതി പാടി. He built an altar to worship him, to proclaim his glory, to declare the salvation of God. Praise God. Praise God. Why God is remembering you? Amen. God will start a new worship through you. God will take glory through your life. God will make you to proclaim the salvation of God. Hallelujah. Everyone was wiped out. Everyone lost their life. Everyone faced a destruction. But Noah and family, they were blessed. They built an altar for God. യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. 9:1 ഇങ്ങനെ വായിക്കുന്നു. Amen. God blessed. വായിച്ചേ 9:1. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. മതി. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. Then God blessed Noah and his sons, saying God to them, blessed Noah and his sons. മതി. God blessed Noah and his sons. What you are expecting? I was expecting the destruction. I will be one among the who wiped out. I was expecting all the negatives. Praise God. Suddenly the message came to you. Dear brother, dear son, dear daughter, I remember you. You will not be cursed. You will not be distracted. You will not be wiped out. I am going to bless you and your children. നീ ചിന്തിച്ച തകർച്ചയും ചിന്തിച്ച മരണവും ചിന്തിച്ച വേദനയുമല്ല. ഞാൻ നിന്നെ ഓർക്കുന്നു. ഓർത്തവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. He has kept you to do his ministry in the world. അവന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ അവൻ കാത്തു സൂക്ഷിക്കുക. To proclaim the glory of God. ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ യാഗപീഠത്തിലൂടെ വെളിപ്പെടുത്തുവാൻ നിന്നെ വെച്ചിരിക്കുക.
to proclaim the salvation of God. എന്നെ രക്ഷിച്ച ഈ വെള്ളപ്പൊക്കത്തിൽ, through the flood, the God who saved me and family, to proclaim this message of salvation. അതിനുവേണ്ടി God bless you and your family. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്കിനി വായിക്കാം ബുക്ക് ഓഫ് എസ്റ്റർ ചാപ്റ്റർ 2 21 to 23. എസ്തറിന്റെ പുസ്തകം ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ദ്വാനും തേരശും ക്രുദ്ധിച്ച് അഹശ്വേരോസ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരമന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴുവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. During the time Mordecai was sitting at the king's gate, Bigthana and Teresh, 2 of the king's officers who guarded the doorway, became angry and conspired to assassinate King Ahasuerus. But Mordecai found out about the plot and told Queen Esther, who in turn reported it to the king, giving credit to Mordecai. And when the report was investigated and found to be true, the 2 officials were impaled on poles, and this was recorded in the book of the annals in the presence of the king. Hallelujah. We know the situation. Mordecai got an information. He raised the thing that there are 2 people against the king. They are planning to kill the king. It was informed to king through Esther, and Esther informed king saying that Mordecai has given me information that 2 people are trying to kill the king, and it was been inquired and found guilty. They were hanged, and it was written in the record book of the king. Praise God. Actually, it was not the duty of Mordecai, but something which goes wrong, it was reported by Mordecai. Praise God. It was recorded in the book. Praise God. But you know, Esther reported to king that Esther forgot what Mordecai did. It was reported to king. King started the inquiry and found it was true. Even that after that, king forgot what Mordecai did there. There are many people many ministers are there, many other leaders are there with king. Everyone was informed that this happened, and the information was given to Mordecai, and everyone, after this incident was finished, they were hanged, and it was recorded in the book. After, everyone forgot that. Praise God. Hallelujah. Devathanu Stotram. Read Esther 6:1. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. 6:1 in English. That night the king could not sleep, so he ordered the book of the Chronicles. King could not sleep. You know what's special to sleep? We will be unconscious. Is equivalent to death. What is happening around us, we will not be aware. We forget everything during the sleep. But that night, king could not sleep. Hallelujah. I just want to say today morning, what God has revealed to me, God started remembering Mordecai. സ്തോത്രം. രാജാവിന് എല്ലാം മറന്നുറങ്ങുവാൻ കഴിയാത്തതിന്റെ കാരണം അവന്റെ ഓർമ്മയിൽ ചിലത് കൊണ്ടുവരേണ്ട ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട്, ദൈവം മൊർദെഖായി ഓർക്കുവാൻ തുടങ്ങിയത് കൊണ്ട്, ആമേൻ, രാജാവിന്റെ ഓർമ്മകൾ മരിക്കാതെ, ഓർമ്മകൾ മറയാതെ, ഉറക്കമില്ലാത്തവനായി അവൻ, ആമേൻ, അന്ന് രാത്രിയിൽ ആയിത്തീർന്നു.
It's a time God want to remember Mordecai, to bring that remembrance what Mordecai did for the country and the king. And he made the king not to sleep. Keep your memories fresh. You don't want to sleep tonight. I want to bless Mordecai. I want to bring that remembrance into your heart. ദൈവം ആമേൻ മോർദെഖായി ഓർക്കുവാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ദൂത് എന്തെന്നറിയാമോ? ദൈവനാമത്തിനു വേണ്ടി ചെയ്തത്, ദൈവനാമത്തിനു വേണ്ടി ചെറിയ കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ ചെയ്തത് മനുഷ്യർ മറന്നാലും ആമേൻ അത് ഓർത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെ നീ ആരാധിക്കുന്നു. സ്തോത്രം. The things you have done in the name of God until today morning, even small or big, nobody appreciated you. Nobody remembered you. Many were against you. Don't be upset. Don't be upset. God is not a man. He is telling a promise today morning. What you did, everything in the name of God, He will give the reward at the earliest, at the right time. ദൈവനാമത്തിനു വേണ്ടി ചെയ്തത് നീ ദൈവനാമത്തിനു വേണ്ടി ചെയ്തതായിരിക്കണം. What you're doing in the name of God shall be in the name of God. Not to show in front of pastor, not to show any spiritual leader, not to show anyone in the world. What you're doing in the name of God shall be in the name of God. Maybe it is not your job also. What Mordecai did, he was not the security there. He can avoid that. Nobody will question him. But he did. In the name of God, it was rewarded at the right time. Praise the Lord. Hallelujah. Stotram. അതിന്റെ പിന്നെ ആ ബുക്ക് വായിക്കുന്നു. He was reading that. He found that, oh, Mordecai did something. Oh, I want to give the reward for him. He called Haman. He was asking many things, what to do that I want to get respect. I want to reward one person. What we have to do that? Haman started saying that you have to give one person to stand and proclaim that he is the man who did great things to God, because Haman was thinking king is going to do that for me. So he is told that bring a horse, keep that person on the horse, ride all over the streets and give a messenger proclaiming that this is the man who did the great things to king. And he started explaining that. After explaining everything, 6, 10 and 11 can read. രാജാവ് ഹാമാനോട്, നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക. നീ പറഞ്ഞതിലൊന്നും കുറച്ചു കളയരുതെന്ന് കൽപ്പിച്ചു. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു. Hallelujah. God, once the king commanded Haman, get the robe and the horse and do just as you have suggested for Mordecai the Jew, who sits at the king's gate. Do not neglect anything you have recommended. So Haman got the robe and the horse. He robed Mordecai and led him on a horseback through the city streets, proclaiming before him, this is what is done for the man the king delights to honor. Hallelujah. This is what we will do, what the king delights to honor. ദൈവം മാനിപ്പാനിരിക്കുന്നവരെ എങ്ങനെ മാനിക്കുമെന്നും അത് വീതികൾ തോറും പരസ്യം ചെയ്യുമെന്ന് കർത്താവിനോട് പറയുക. What God is going to do, He will do at the right time, and it will proclaim to the people to glorify the name of God. Praise God. ദൈവം നിന്നെ ഓർത്താൽ, ദൈവനാമത്തിനു വേണ്ടി ചെയ്തതിനൊക്കെയും അവൻ നിനക്ക് അതിന്റെ മഹത്വത്തിനുള്ള പ്രതിഫലം നൽകി തരും. God will honor a man who did great things for God. He will never forget that. Even you give a glass of water, ഒരു തണ്ണീർ കൊടുത്താൽ പോലും
there's a reward for that. Even you're doing a small thing for God, it will be rewarded at the right time. Never wait for an appreciation. Never wait for somebody will come and say, brother, sister, you did a great job. Nobody will say that. And God is want to say to you to an advance, even you're not waiting for an appreciation, people will reproach you. അവർ നിങ്ങളെ നിന്ദിക്കും. They will start talking against you. Even you do good things for God, they will start talking against you. Don't be upset. Don't be afraid. Go forward for God. Do the right thing, great things for God. He will reward you at the right time, which will be proclaimed throughout the world, and it will be proclaimed throughout the generations. മോർദെഖായിക്ക് ചെയ്തത് 2026 ഇന്ന് പകൽ പ്രസ്താവിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചെയ്തത് തലമുറയായി ദൈവം പ്രസ്താവിക്കും. What he has done in Mordecai, now we are preaching in 2026. The same way what you did for God, God will bless you. He'll proclaim, and this will be proclaimed not only in that generation, it will proclaim from generation to generation. They will say, if you delight God, if you stand for God, if you really do the ministry of God, you can see through this pastor, through this brother, through this sister, how God will honor him, how will be God will honor, and it will be conveyed from generation to generations. തലമുറയായി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവനെ എങ്ങനെ മാനിക്കുമെന്ന് നിന്നെ നോക്കി തലമുറകൾ സാക്ഷ്യം പറയും. Praise the Lord. Hallelujah. Amen. Amen. Mark 15:21 എന്ന് വായിച്ചേ. Mark 15:21. അലക്സന്തരത്തിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. Hallelujah. A certain man from Cyrene, Simon the father of Alexander and Rufus, was passing by on his way in from the country, and they forced him to carry the cross. They forced him to carry the cross. Simon was not saying, oh, Jesus is tired, I will bear the cross. No, they forced him. അവനെ നിർബന്ധിച്ചു. Praise the Lord. He was not doing that with the full will. He was not even happy to do that. Even the army forced him to do that. കർത്താവ് ചുമന്ന കുരിശ് ചുമക്കുവാൻ അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അവൻ ഒട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ച് അവനെ ക്രൂശ് ചുമപ്പിച്ചു. Praise God. Simon bare the cross not with the love of God, with the force of the army. He was forced to do that. അങ്ങനെ ഒരാൾ ചെയ്തിട്ടും Romans 16:13 വായിച്ച what happened to Simon and family? Romans 16:13. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. Praise the Lord. Great Rufus, chosen in the Lord, and his mother, who has been a mother to me too. Otherwise in English, again, one more time. Greet Rufus, chosen in the Lord, and his mother, who has been a mother to me. Simon was a father of Rufus. He bare the cross by the force of the army, but since he has done even a small thing without love of God, God is telling, I have chosen his son. ഇഷ്ടമില്ലാഞ്ഞിട്ടും ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അല്പസമയം ക്രൂശ് ചുമന്ന ശിമിയോന്റെ മകനായ റൂഫസിനെ കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. God remembers Simon when he selected Rufus. റൂഫസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ പിതാവായ ശിമിയോനെ ദൈവം ഓർത്തു. If you do a right thing for God, God will remember you to select your children. നീ ഇന്ന് കർത്താവിന് വേണ്ടി ചെയ്താൽ നിന്നെ ഓർത്ത്, നിന്റെ തലമുറയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും
ദൈവം അവനെ തിരഞ്ഞെടുക്കും. ദൈവം അവളെ തിരഞ്ഞെടുക്കും. സ്തോത്രം. When God remember, spiritual blessings will come in your family. He will reward you with all the things you have done for God's ministry. Even you're part of God's ministry. Your children will be blessed. Your generation will be blessed. God is remembering you. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ജെനസിസ് 30:22 അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ജെനസിസ് 30:22, ഉൽപ്പത്തി 30:22. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. Praise the Lord. Then God remembered Rachel. God remembered Rachel. He listened to her and enabled her to conceive. Hallelujah. When remember Rachel, അവിടെ പറയുന്നു അവളുടെ അപേക്ഷ കേട്ടു. He listened to her and God replied to her. അതാണ് അതിന്റെ സെന്റൻസിന്റെ അർത്ഥം. Praise God. When God remember me, He will listen to me and He will reply to me. What is the specialty of that reply? 29:31 എന്ന് വായിച്ച്. Genesis 29:31. When the Lord saw that Leah was not loved, He enabled her to conceive, but Rachel remained childless. Rachel remained childless. അവൾ മച്ചിയായിരുന്നു. Medical science told it is impossible. Many informed Rachel, you will be childless. She herself told, I will be childless. In general, I want to say, the impossible was standing in front of her. അസാധ്യം എന്നൊരു സംഭവം അവളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ ദൈവം റാഹേലിനെ ഓർത്തു. God remember Rachel. സ്തോത്രം. അവിടെ പറയുന്നു, God listened to her and God replied to her. ദൈവം നിന്നെ ഓർത്താൽ ഇന്നു പകൽ അസാധ്യമെന്ന് ചിന്തിച്ച കാര്യങ്ങൾ, ആമേൻ, നിനക്ക് ദൈവം സാധ്യമാക്കി തരും. What you think today morning which is impossible, when God remember you, praise God, it will be possible for you. It will never be impossible for you. ദൈവത്തിന് സ്തോത്രം. Hallelujah. Praise God. What is the difference between Rachel and me? You know? ഞാനും റേച്ചലും നമ്മളെ വ്യത്യാസം അറിയാമോ? നിങ്ങളും റേച്ചലും വ്യത്യാസം അറിയാമോ? Hallelujah. Rachel believe God made impossible possible. I also believe impossible God made possible. But what's the difference between Rachel and me? Hallelujah. And 23-24 ഒന്ന് വായിച്ചേ. 23-24. She became pregnant and gave birth to a son and said, God has taken away my disgrace. She named him Joseph and said, may the Lord add to me another son. Praise the Lord. മലയാളത്തിൽ വായിച്ചേ. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ദൈവം എന്റെ നിന്ന നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. Praise the Lord. നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലായോ? Did you understand the message? When something impossible in my life, God makes possible.
When God gave a deliverance in my life, which was impossible, I was thinking impossible in my life, I glorify the name of God. But the same situation, the same problem again will come. I will say again impossible in my life. ഇന്ന് നേരിട്ട പ്രശ്നത്തിൽ ദൈവം വിടുതൽ നൽകി തരുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെങ്കിലും നാളെ ആ പ്രശ്നം വീണ്ടും കടന്നു വരുമ്പോൾ ഞാൻ പറയും, അയ്യോ വീണ്ടും അസാധ്യം എന്റെ മുമ്പിൽ വന്നിരിക്കും. പക്ഷേ റാഹേല് പറഞ്ഞ എന്താണ്? എന്റെ നിന്ന നീക്ക് മാത്രമല്ല, ഇനിയും എനിക്ക് മകനെ തരുമെന്ന് പറഞ്ഞ് അവന് ജോസഫ് എന്ന് പേരിട്ടു. സ്തോത്രം. I proclaim the testimony. God made things impossible possible. But Rachel's testimony is different. He made the impossible possible, and that possible will continue till the end of my life. We don't believe that. ചക്ക വീണ് മോയിലെത്തു എന്ന് പറഞ്ഞ വിശ്വാസം നമുക്ക്. അയ്യോ അത് സംഭവിച്ചു, ഹാപ്പൻ, അടുത്ത നിമിഷം സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിഷയത്തിൽ എന്നെ ദൈവം വിടുവിച്ചു, ഈ അടുത്ത വിഷയത്തിൽ വിടുതൽ ഞാൻ വിശ്വസിക്കുന്നില്ല. God delivers from a problem A, but the problem B comes, I don't believe, because I never believe the God who is a possible God. He is continuing in my life. Praise the Lord. Hallelujah. If God remember you, He will make the things possible. And one more promise is there, that possible will continue till the end of your life. Stotram. The same thing happened to Rachel. Are you sure? The possible continued in Rachel's life till the end of her life. Genesis 35:18 എന്ന് വായിച്ചേ. As she breathed her last. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. Praise the Lord. The moment of the death, she gave birth to another child, Benjamin, and she died. She proclaimed the testimony, the possible continued till the last moment of my life. Today is the promise to you, no impossible in your life. God is a God of possible. He will be always remembering you. He will make things possible till the end of your life. എന്താ ഇന്ന് പകൽ നിന്റെ impossible? What is the impossible in front of you? God want to tell you a promise. He will make that possible, and the list of your impossible will be wiped out from your life, and He will make everything possible. നീ അസാധ്യമെന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതി വെച്ച ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനെ മുഴുവൻ തുടച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന് പറയാനുള്ള ദൂത്, നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കുക മാത്രമല്ല, നിന്റെ ശ്വാസം പോകുന്ന നിമിഷം വരെയും നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്നൊരു കാര്യം ഇനി ഇല്ലാതെ വണ്ണം സകലത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെ നീ ഇന്ന് പകൽ ആരാധിക്കുവാനിടയായി തീരണം. ആമേൻ. Pray for the grace, Lord, to remember always you are my Father. And to remember always, I am your son. That is the confidence. Then you will not have a doubt. You will not raise a question to God. Would God, why you forget me? Why you are not remembering me? This question will not come. Impossible will be possible until the last moment of your life. ആമേൻ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം പറയുന്നു. ആമേൻ, ആമേൻ. ദൈവം പിതാവെന്നും ഞാനൊരു മകനാണെന്നും മകളാണെന്നുള്ള ഓർമ്മയിലെന്നും എപ്പോഴും ജീവിക്കാനുള്ള കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന, ആമേൻ, പുതിയ തലത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ.